ഒരു നാരങ്ങക്കറി തയ്യാറാക്കാനായിട്ട് ഞാൻ ഇവിടെ 5 നാരങ്ങ എടുത്തിട്ടുണ്ട്. കുറച്ച് ഇവിടെ അതിനുവേണ്ടി ഞാൻ നാരങ്ങയൊന്നും വാങ്ങിച്ചില്ല, ഇവിടെ കിടന്ന നാരങ്ങയാണ്. പിന്നെ ഉണങ്ങിയതിന് കുഴപ്പമൊന്നുമില്ല കറിയാക്കാൻ. അപ്പോൾ ഇതൊന്ന് തിളപ്പിച്ചുകൊണ്ട് വരാം. ഉപ്പിട്ടാണ് തിളപ്പിക്കുന്നത്. ആദ്യമേ തിളപ്പിക്കുമ്പം ഇത്രയും ഉപ്പിട്ട് കൊടുക്കാം. അപ്പോഴാ നാരങ്ങയെല്ലാം നല്ല തുണി കൊണ്ട് തുടച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ആ ചട്ടി ഒന്ന് തുണി കൊണ്ട് തുടച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഈ നല്ലെണ്ണയാണ് ഒഴിക്കുന്നത്. ഇതേപോലത്തെ വെള്ളക്കുപ്പി കിട്ടുന്ന നല്ലെണ്ണയാണ് അച്ചാറിന് ഏറ്റവും നല്ലത്. അത് ഈ നാരങ്ങയിലോട്ട് ഒന്ന് ഒഴിച്ച് കുറച്ചൊഴിച്ചാൽ മതി. ഇനി ഒന്ന് ചൂടാക്കി എടുക്കാം ചട്ടിയിലിട്ട് തന്നെ. ഇത് അടുപ്പിൽ വെച്ച് ചെറുതായിട്ട് ചൂടാക്കി കൊടുക്കാം. ചട്ടി അനന്ന് വരുമ്പോഴത്തേക്ക് ഈ നാരങ്ങ എണ്ണയിലാണ് കിടക്കുന്നത്. ഇങ്ങനെ ഒന്ന് ഉരുട്ടി കൊടുക്കണം. അപ്പോൾ ഒരു ഭാഗത്ത് തന്നെ ഇട്ടിങ്ങനെ അനക്കാതെ ആക്കി എടുക്കരുത്. എല്ലാ ഭാഗവും എണ്ണ കിട്ടത്തക്ക രീതിയിൽ എണ്ണയിൽ ഇങ്ങനെ ഇട്ട് ഉരുട്ടി എടുക്കണം. അപ്പോഴേ എണ്ണ നല്ല ചൂടായതിന് ശേഷം കൈ എടുക്കാതെ ഇങ്ങനെ ഇളക്കി കൊടുക്കണം. ഇനി ഈ നാരങ്ങ ഓരോന്നായിട്ട് എണ്ണയിൽ നിന്ന് മാറ്റണം. മാറ്റിയിട്ട് ഇച്ചിരി എണ്ണ ഇതിൽ കാണും. ആ എണ്ണ നമ്മൾ എടുക്കില്ല, അതങ്ങ് മാറ്റാം. ഒരു പഴയ തുണി വെച്ച് തുടച്ച് മാറ്റിയാൽ മതി. എണ്ണയൊക്കെ ഞാൻ തുടച്ച് മാറ്റിയിട്ടുണ്ട്. ഇതങ്ങോട്ട് മാറ്റിയിട്ട് ഈ നാരങ്ങ നമുക്ക് അരിഞ്ഞെടുക്കാം. ഇപ്പോൾ ഞാൻ ഇവിടെ നാരങ്ങ അരിഞ്ഞെടുത്തിട്ടുണ്ട്. കടുക് വറുക്കാൻ ആവശ്യമായ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില എടുത്തിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നാരങ്ങയാണ്, വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. പച്ചമുളകും കറിവേപ്പില എടുത്താലും മതി. ഇപ്പോൾ ഞാൻ ചട്ടി അടുപ്പത്തേക്ക് വെച്ച് കടുക് വറുക്കാൻ ആവശ്യമായ വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിക്കുന്നത്. അപ്പോൾ ചൂടായ എണ്ണയിലേക്ക് കടുകിട്ട്, വെളുത്തുള്ളി ഇട്ട്, ഇഞ്ചി ഇട്ട്, പച്ചമുളക് ഇട്ട് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് കറിവേപ്പില ഇട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് നല്ലതുപോലെ. അതിലേക്ക് 2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. നല്ലപോലെ നിറച്ച് കോരിയാണ് എടുക്കുന്നത്. കാൽ ടീസ്പൂൺ ഉലുവാപ്പൊടി ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ഇളക്കിയതിന് ശേഷം കായപ്പൊടി ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ഇളക്കാം. നല്ലതുപോലെ മൂത്ത് പോകാൻ പാടില്ല. ഇനി ഞാൻ നാരങ്ങ എങ്ങോട്ട് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം തീ ഓഫാക്കി രണ്ട് ടേബിൾ സ്പൂൺ വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. തീ ഓഫാക്കിയിട്ടുണ്ട്. ഇങ്ങനെ തയ്യാറാക്കി വയ്ക്കുന്ന ഈ അച്ചാർ 6 മാസം വരെ ഇരിക്കും, ചീത്തയാവില്ല. കുപ്പിയിലാക്കി വെച്ച് കഴിഞ്ഞാൽ ഓണത്തിന് വിളമ്പാം. ഇലയിൽ അച്ചാറില്ല, നാരങ്ങ ഇല്ലാത്ത ഓണം ഇല്ല, സദ്യ ഇല്ല, ഏത് സദ്യ ആയാലും. അപ്പോഴും അന്ന് നമ്മളെല്ലാം കൂടെ കിടന്ന് പിടച്ചടിച്ച് ചെയ്യാതെ ഓരോന്നോരോന്നായിട്ട് ഇപ്പം തയ്യാറാക്കി വയ്ക്കാം. ഞാൻ നേരത്തെ ഒരു വെജിറ്റബിൾ അച്ചാർ, പച്ചക്കറി അച്ചാർ തയ്യാറാക്കി. അതും ഇതുപോലെ വെച്ചിരുന്ന് ഉപയോഗിക്കാവുന്നതാണ്. ഇത് ഈ നാരങ്ങ അച്ചാറും വെച്ചിരുന്ന് ഉപയോഗിക്കാം, ഒരു കുഴപ്പവും വരില്ല. അപ്പോഴെല്ലാവരും ആ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പ്ലീസ്.